ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് നമ്മുടെ പവിത്രം സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് പോയാലോ. നമ്മൾ കഴിഞ്ഞ ദിവസം വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യം കണ്ടിട്ടാണ് നിർത്തിയിരിക്കുന്നത് അല്ലേ. നമ്മുടെ വേദയും വിക്രമും ഇത്രയും ദിവസം കാട്ടിൽ കഴിഞ്ഞുകൂടിയ ആ സ്ഥലത്ത് നിന്ന് അവരിങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വണ്ടിയുടെ ഹോണ് കേൾക്കുകയാണ്. എന്നിട്ട് അവർ ആ വണ്ടിയുടെ അടുത്തേക്ക് ഇങ്ങനെ സന്തോഷം കൊണ്ട്, എന്ന് വെച്ചാൽ സങ്കടമാണോ സന്തോഷമാണോ, പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു പഴുത് കിട്ടിയതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ അവർ അതിലോട്ട് കയറി പോവുകയും ആ വിക്രം ഓടിച്ചെന്ന് ആ വണ്ടി തടഞ്ഞ് നിർത്തുകയും ചെയ്യുന്ന രംഗമാണ് നമ്മൾ കണ്ട് നിർത്തുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് ആ വണ്ടി നിർത്തുകയും, ആ വലിയൊരു ട്രാവലർ പോലത്തെ ഒരു വണ്ടിയാണ്. അപ്പോൾ അതിലെ ഡ്രൈവർ ചോദിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളൊന്ന് ടൗണിലോട്ട് വിടാമോ എന്ന് വിക്രം അയാളടുത്ത് ചോദിക്കുകയാണ്. ആയിക്കോട്ടെ കയറിക്കോളൂ എന്ന് പറയുന്നത്. അങ്ങനെ വിക്രം വേദേനയും കൂടെ കൂട്ടിയിട്ട് അവർ ആ വണ്ടിക്കകത്ത് കയറുന്നത് തൊട്ടാണ് ഇന്നത്തെ രംഗം തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മുടെ വിക്രമിനും വേദയും രക്ഷപ്പെടാനുള്ള ഒരു പഴുത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവർ ആ വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ആ ഡ്രൈവർ ചോദിക്കുന്നുണ്ട്, നിങ്ങളിങ്ങനെ ഇവിടെ പെട്ടെന്ന് ചോദിക്കുക. അതൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ രാത്രി വഴി തെറ്റിപ്പോയോ അതെന്നെ എങ്ങനെയാണ്? അപ്പോൾ ഞങ്ങൾ രാത്രി ട്രക്കിങ്ങിന് പോയപ്പോഴത്തേക്ക് ജസ്റ്റ് വഴി തെറ്റിപ്പോയോ, അങ്ങനെയാണോ? ശരി ആയിക്കോട്ടെ, എവിടെ പോയിട്ട് അപ്പം ടൗണിൽ വിട്ടു തന്നാൽ മതിയെന്ന് വിക്രം പറയുന്നുണ്ട്. അങ്ങനെ അവർ ജീവൻ തിരിച്ച് കിട്ടി എന്ന ഒരു സന്തോഷത്തോടു കൂടി ആ വണ്ടിയിലിരുന്ന് നാട്ടിലോട്ട് പോകാനുള്ള ഒരു സന്തോഷമാണ് അവരുടെ മുഖത്ത് കാണുന്നത്. പിന്നെ വരുന്ന രംഗം എന്ന് പറയുന്നത് നമ്മുടെ മാഷിൻ്റെ വീടാണ് കാണിക്കുന്നത്. അപ്പം മാഷും നമ്മുടെ വിശ്വവും വിനായകനും നമ്മുടെ ശ്രീജയും നന്ദിനിയും അമ്മയും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ എന്താണ് ചെയ്യണത്, ഇതിൻ്റെ പിന്നിൽ വിനായകനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ അവൻ്റെ പിന്നിൽ ഇനി നമുക്ക് ഒറ്റ വഴിയേ ഉള്ളൂ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എങ്ങനെയും നമ്മുടെ വിക്രമിൻ്റെ മുതലാളിയായ ശ്രീനിവാസനെ പോയി കണ്ടാലോ എന്ന് ഒരു ചർച്ചയാണ് അവിടെ നടക്കുന്നത്. നമ്മുടെ വിശ്വമാണത് പറയുന്നത്. അപ്പോൾ മാഷ് സമ്മതിക്കുന്നില്ല, വേണ്ട മറ്റാരുടെ മുന്നിലും കൈനീട്ടേണ്ട കാര്യം നമുക്കില്ല എന്നുള്ളതാണ്. ഇത് നമ്മുടെ വിനായകൻ പറയുന്നുണ്ട്, നമുക്കൊരു അല്ലെങ്കിൽ നമ്മുടെ അതായത് നന്ദിനിയും വിനായകനും കൂടെ പറയുന്നത് എന്നാന്ന് വെച്ചാൽ, അച്ഛൻ കൈപ്പറ്റി എന്ന് പറഞ്ഞാണല്ലോ ബാങ്കിൽ ഇവരിങ്ങനെ രജിസ്റ്റേർഡ് കൈപ്പറ്റി വാങ്ങിയെന്നുള്ളത്. അത് കൃത്രിമമായിട്ടുണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് നമുക്കൊരു കേസിന് പോയാലോ എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. പക്ഷെ എന്തിനു പോയിട്ടും കാര്യമില്ല, ഇതിൻ്റെയൊക്കെ പിന്നിലും ഇതിൻ്റെ അവിടെയൊക്കെ ചെല്ലുന്നിടത്തെല്ലാം ഈ വാസവൻ്റെ ആൾക്കാർ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പോയാലും നമുക്കത് നല്ല രീതിയിൽ വരാൻ പറ്റില്ല എന്നാണ് നമ്മുടെ വിശ്വവും വിനായകനും പറയുന്നത്. അപ്പോൾ അച്ഛൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം വരുത്തി വെച്ചത് നമ്മുടെ വിക്രമാണ്. അപ്പം നമ്മുടെ വിനായകൻ പറയുന്നുണ്ട്, വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഈ വാസവൻ്റെ മോനെ പോയി തല്ലാൻ? ഇതൊക്കെ അവൻ ഈ തല്ലിയതുകൊണ്ടല്ലേ നമുക്കിപ്പോൾ ഇത്ര ഈ ബുദ്ധിമുട്ടൊക്കെ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ വിക്രമിൻ്റെ പേരിലാണ് വെക്കുന്നത്. എന്നിട്ട് ആ മാഷ് പറയുന്നുണ്ട്, എല്ലാ വയ്യാവേലി എടുത്ത് തോളെ വെക്കുകയും ചെയ്യും, ഇപ്പം അനുഭവിക്കാൻ നമ്മളും, എന്നിട്ട് അവൻ എന്തിയെ എന്നുള്ള രീതിയിൽ മാഷ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനൊരൊറ്റ പോംവഴിയേ ഉള്ളൂ, നമുക്ക് ഈ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഇൻജക്ഷൻ ഓർഡർ നമുക്കൊരു ഇത് ചെയ്താലോ എന്നുള്ള തീരുമാനം അവരെടുക്കുകയാണ്. അപ്പോൾ മാഷി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അതിന് ഞാൻ തന്നെ പോകണം, അത് നിങ്ങൾക്ക് ചെയ്തുകൂടെയും ചോദിക്കും. അപ്പോൾ അമ്മയും കമല പറയുന്നുണ്ട്, എന്നാൽ മോനെ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെയും പറയുന്നുണ്ട്, ഈ വിക്രം ഇത്രയും എവിടെ പോയിരിക്കുകയാണ്, വിക്രമിനെ കാണാനുമില്ല. അപ്പം നമ്മുടെ ശ്രീജ പറയുന്നുണ്ട്, വിക്രം മാത്രമല്ലല്ലോ നമ്മുടെ വേദയും കാണാനില്ല എന്നുള്ളൊരു ഇതാണ്. രണ്ടും അവർ മൊത്തത്തിൽ വിക്രമിൻ്റെയും വേദയുടെയും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ, ഒരു നടപടിക്രമം എന്തെടുക്കണം എന്നുള്ളതിനെ കുറിച്ചും അവർക്കില്ല. അവർ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരു വണ്ടി വരികയാണ്, നമ്മുടെ വാസവൻ MLA വണ്ടി വരികയാണ്. കാര്യം എന്തായി, ഇവിടെ വിക്രമോ വേദ ഉണ്ടോ എന്നുള്ള ഒരു അന്വേഷണത്തിലാണ് പുള്ളി മാഷിൻ്റെ വീട്ടിലോട്ട് കയറി വരുന്നത്. അപ്പോൾ വന്ന പാടെ തന്നെ ഒരു നമസ്കാരം പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ കമലയുടെ നേരെ നമസ്കാരം അമ്മ എന്നും പറഞ്ഞുകൊണ്ട് വരുമ്പോൾ കമല വലിയ മൈൻഡൊന്നും കൊടുക്കില്ല. അപ്പോൾ അച്ഛൻ്റെ നേരെ പറയുമ്പോൾ നമസ്കാരം പറയും, വരൂ എനിക്ക് അകത്ത് കയറി ഇരുന്ന് സംസാരിക്കണമെന്ന് പറയും. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ വാസവൻ അവിടെ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. അതായത് വേദയും വിക്രമും ഇവിടെ ഉണ്ടോ അല്ലെങ്കിൽ എവിടെയാണെന്നുള്ള വല്ല ഇൻഫർമേഷൻ ഇവർക്ക് അറിയാമോ എന്നുള്ള രീതിയിലാണ് പുള്ളി മാഷിൻ്റെ വീട്ടിൽ വന്നത്. അപ്പോൾ എന്നിട്ട് വന്ന് കണ്ട് അവർക്കാർക്കും ഇഷ്ടപ്പെടില്ല. എന്നാലും എല്ലാവരും ഭയന്ന് വന്ന് എഴുന്നേറ്റൊക്കെ നിൽക്കണം ഇയാളെ കണ്ടപ്പോൾ, അമ്മയും മാഷും എല്ലാവരും. അപ്പോൾ എന്താ വന്ന കാര്യമെന്ന് ചോദിക്കും മാഷ്. അപ്പോൾ നമ്മുടെ വാസവൻ പറയും, എനിക്ക് അങ്ങനെ പുറത്തു നിന്ന് പറഞ്ഞ ശീലമില്ല, എവിടെയും ഞാൻ അകത്ത് കയറി
ഇരുന്നേ കാര്യങ്ങൾ പറയാറുള്ളൂ എന്ന് പറഞ്ഞ് അയാൾ അകത്ത് കയറുകയും അവിടെ ചെന്ന് ഒരു കസേരയിൽ നടുക്കിട്ടിരുന്നിട്ട് ഇവരെല്ലാവരും അങ്ങോട്ട് ഹോളിലോട്ട് അച്ഛൻ എന്താണെന്ന് പോയി കേൾക്കാൻ നമുക്ക് അച്ഛൻ ദേഷ്യപ്പെടാൻ നിൽക്കണ്ട എന്ന് പറയും. എന്നിട്ട് മാഷിന് ദേഷ്യം വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് ആളുണ്ടാക്കിയ വീടാണെങ്കിലും, ഇനി കളരിക്കൽ സുധാകരൻ്റെ അച്ഛനുണ്ടാക്കിയ വീടാണെങ്കിലും ഞാൻ അവിടെ കയറിയിരുന്ന് സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ മാഷിന് ഭയങ്കര ദേഷ്യം വന്നു. മാഷൊന്ന് ഇടറാൻ വേണ്ടി നിൽക്കുമ്പോൾ കമലയും എല്ലാവരും ഒന്ന് വേണ്ടാന്ന് പറഞ്ഞുള്ള രീതിയിൽ നിൽക്കും. പക്ഷേ പെട്ടെന്ന് അച്ഛനെ പറഞ്ഞപ്പോൾ ഒരു ദേഷ്യം വന്നു. എന്നിട്ട് ഇയാൾ ഈ വാസവൻ കയറി ഹോളിൽ ഇരിക്കുകയാണ്. എന്നിട്ട് അവരെല്ലാവരും ചെന്നിട്ട് ചോദിക്കും, അപ്പോൾ പറയുക എവിടെയാണ് വിക്രമും വേദിയെന്ന്. അപ്പോൾ അവരെല്ലാവരും അന്തം വിടുകയാണ്. അപ്പോൾ വിക്രമും വേദി ഞങ്ങൾക്ക് അറിയില്ല എവിടെയാണെന്ന്. അപ്പോൾ അവരെ വിചാരം എന്നാന്ന് വെച്ചാൽ ഈ വാസവൻ്റെ കയ്യിലാണ് വിക്രമം വേദ എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ അവർ നിങ്ങളെ വിളിച്ചിട്ടില്ലേ എന്ന് വാസവൻ ചോദിക്കും. ഇല്ല, ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്ന് വിശ്വം പറയുന്നുണ്ട്. അതിൻ്റെ ഒപ്പം അമ്മയും പറയുന്നുണ്ട് അവളും വിളിച്ചിട്ടില്ല അവനും വിളിച്ചിട്ടില്ല എന്ന രീതിയിൽ അയാളടുത്ത് പറയുന്നുണ്ട്. ശരി, ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ ഒന്ന് ഫാൻ ഇടാൻ വേണ്ടി വാസവൻ പറയും. അപ്പോൾ പറയും കറണ്ട് ഇല്ല എന്ന് പറയും. അപ്പോൾ ഇതുവരെ ഒരു ലൈൻമാൻ വന്ന് നിങ്ങളുടെ കറണ്ട് ശരിയാക്കാൻ വന്നില്ലേന്ന് ചോദിക്കുക. അപ്പം മാഷ് പറയും അത് കട്ട് ചെയ്തവർക്കല്ലേ അറിയാവുള്ളൂ. ഓ, അപ്പോൾ എല്ലാം മനസ്സിലാക്കി, ഇതിൻ്റെ പിന്നിൽ ഞാനാണ്, ശരി, അതത്രേ ഉള്ളൂ എന്ന് പറയും. 15 ദിവസം എടുക്കും ജപ്തി നടപടികളുമായിട്ട് ബാങ്കിന് ഇവിടെ വീട് നിങ്ങളെ ഒഴിപ്പിക്കാൻ. പക്ഷേ എനിക്ക് അത്രയും നാൾ ക്ഷമിക്കാനുള്ള ഒരു ഇതില്ല. അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ മൊത്തത്തിൽ എല്ലാവരെയും കൂടെ നിർത്തിക്കൊണ്ട് കത്തിക്കാൻ പോവാണ്, പച്ചയ്ക്കും എല്ലാവരെയും നിർത്തിക്കൊണ്ട് കത്തിക്കാൻ പോകുമെന്ന് പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ മാഷ് പറയും അങ്ങനെ ഒരു വീട്ടിൽ കയറി വന്ന് എല്ലാവരെയും കൂടെ തീയിട്ട് കത്തിച്ച് അങ്ങ് നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയാൽ ഈ നാട്ടിൽ പോലീസും ഒന്നുമില്ല, കോടതിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കും. അപ്പം വാസവൻ മാഷിൻ്റെ അടുത്തോട്ട് കയറി വന്നിട്ട് പറയും എന്നാൽ താൻ പോയി കേസ് കൊടുക്കുക, ഞാൻ കാണാം എന്നുള്ള രീതിയിൽ ഒരു ഭീഷണി സ്വരത്തിൽ കൊടുക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വാസവൻ്റെ കയ്യിലും വിക്രമം വേദയില്ല എന്നുള്ള കാര്യം അപ്പോഴാണ് ഇവരും അറിയുന്നത്, മാഷും അമ്മയും എല്ലാവരും. ഈ ഭീഷണിയെല്ലാം മുടക്കിയിട്ട് വാസവൻ പുറത്തോട്ട് ഇറങ്ങി പോകുന്ന രംഗമാണ് കാണിക്കുന്നത്. പിന്നെ പറയുന്നത് മാഷും വിശ്വമും നമ്മുടെ വിനായകനും കൂടെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന രംഗങ്ങളാണ്. വാസവൻ ഇറങ്ങി പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വിശ്വവും നമ്മുടെ വിനായകനും അച്ഛനും കൂടെ സംസാരിക്കുന്ന കുറച്ച് രംഗങ്ങളാണ്. അപ്പോൾ വിശ്വം പറയുന്നുണ്ട് അപ്പോൾ ഇനിയും വേദേനെയും വിക്രമിനെയും ഇയാളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ വിനായകൻ പറയും ഒന്നും നോക്കണ്ട, അവരെ തീർത്ത് കളയെന്ന് പറയുമ്പോൾ കമലയ്ക്ക് ആകെ പെട്ടെന്ന് പേടി വന്ന് സങ്കടപ്പെടുന്ന രംഗങ്ങളാണ് പിന്നെ കാണിക്കുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മുടെ കാട്ടിലെ നമ്മുടെ വിക്രമും വേദയും ആ വണ്ടിയിൽ കയറി ടൗണിലോട്ട് പോകുന്ന രംഗമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വേദ ഇത്രയും കുറച്ച് ദിവസമാണെങ്കിലും വിക്രമുമായിട്ടുള്ള ആ കുറേ നിമിഷങ്ങളും ആ ഒരു സിറ്റുവേഷനൊക്കെ ഓർത്ത് ആ ഒരു പാട്ടാണ്, മറ്റേ ഒരു മഴ നേരെന്നുള്ള ഒരു പാട്ടുണ്ടല്ലോ, വളരെ അതിമനോഹരമായ ഒരു സോങ്ങാണ്. അപ്പോൾ അവരുടെ അത്രയും ആ ഒരു ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് അവരിയ്ക്കുന്ന രംഗമാണ്. ആ പാട്ടും ആ സോങ്ങോട് കൂടിയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും മാഷിൻ്റെ വീടാണ്, അതായത് മാഷും മക്കളും കൂടെ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. അപ്പോൾ വിക്രമിൻ്റെയും വേദേനെയും അവർക്ക് കണ്ട് കിട്ടിയിട്ടുമില്ല. അപ്പോൾ നമ്മുടെ ജപ്തി നടപടിക്കായിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ചർച്ചയാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ നന്ദിനി പറയുന്നുണ്ട് ഇതിപ്പോൾ ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുവിലായ ഒരു അവസ്ഥയാണ്. കാര്യം ഒരു വശത്ത് ബാങ്കിൻ്റെ ജപ്തി, മറുവശത്ത് വാസവനെ പേടിച്ചുള്ള അവസ്ഥ. അപ്പോൾ ഇതെല്ലാം സത്യം പറഞ്ഞ് ഉണ്ടാക്കി വെച്ചത് നമ്മുടെ വിക്രമാണ്. എന്നിട്ട് അവൻ ഇതൊന്നും അറിയാണ്ട് മാറി നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇനി ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ എന്നുള്ളതാണ് ശ്രീജയും വിശ്വമും നന്ദിനിയും എല്ലാവരും ആശ ഉൾപ്പെടെ എല്ലാവരും കൂടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശ്രീജ പറയുന്നുണ്ട് നമുക്കൊരു ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞത് എന്തായി. അപ്പോൾ അതൊന്നും പോയിട്ട് കാര്യമില്ല എന്ന് നമ്മുടെ വിശ്വം പറയുന്നുണ്ട്. കാര്യം എന്നാന്ന് വെച്ചാൽ ഓൾറെഡി ബാങ്ക് കണ്ടു കിട്ടിയ ഒരു വസ്തു ആയതുകൊണ്ട് പിന്നെ ആ കേസുമായിട്ട് പോയിട്ട് കാര്യമില്ല. ഇനി ഇതിൽ ചെയ്യാൻ പറ്റുന്നത് റവന്യൂ മന്ത്രിയെ കണ്ട് ഒരു കത്ത് മേടിക്കുക എന്നുള്ളതാണ്. പക്ഷേ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം വാസവൻ്റെ കീഴിലായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ടും കാര്യമില്ല. അപ്പോൾ ഇനി ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിനായകൻ്റെ വായിൽ നിന്ന് വരുന്നൊരു ഡയലോഗ്, ഇതിലൊന്നും ചെയ്യാനില്ല, നമുക്ക് ചെയ്യാവുന്നത് നമുക്ക് മുത്തശ്ശിയുടെ തറവാട്ടിൽ പോവാം, അവിടെ ആകുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ അച്ഛൻ്റെ, അതായത് മാഷിൻ്റെ അമ്മയുടെ അടുത്ത് വലിയ വീടാണ്, അപ്പോൾ അവിടെ പോയി നമുക്ക് നിൽക്കാമെന്ന് പറയാം. അപ്പോൾ വിശ്വമും പറയും ശരി അച്ഛൻ, നമുക്ക് അതല്ലേ കുറച്ചും കൂടെ നല്ലത്, മുത്തശ്ശി എപ്പോഴും നമ്മളെ വിളിക്കുന്നതാണല്ലോ എന്ന് പറയാം. അപ്പോൾ അച്ഛൻ പറയും വേണ്ട, അതൊന്നും നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അച്ഛൻ ചെന്നിട്ട് നമ്മുടെ
വാസവൻ്റെ കാലയിൽ അങ്ങ് വീഴാൻ നമ്മുടെ വിനായകൻ പറയും. ഇത് കേൾക്കുമ്പോഴത്തേക്ക് കമലയ്ക്ക് അങ്ങോട്ട് ദേഷ്യം പറയും. നീ എന്നാടാ പറഞ്ഞത്? അച്ഛൻ ചെന്ന് വാസവൻ്റെ കാലയെ പിടിക്കാനോ? ഇന്ന് വരെ മറ്റൊരാളുടെ മുമ്പിൽ കാല് പിടിക്കേണ്ട അവസ്ഥ നിൻ്റെ അച്ഛന് വന്നിട്ടില്ല. അപ്പം അച്ഛൻ ഉണ്ടാക്കിയ സ്വത്തും സമ്പാദ്യങ്ങളെല്ലാം പൊക്കോട്ടെ എന്നാണോ നിങ്ങൾ പറയണതെന്ന് ചോദിക്കും. പറഞ്ഞ് അമ്മ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ വിശ്വം പറയാം, അതല്ല അമ്മ, അങ്ങനെയല്ല, നമുക്ക് അല്ലെങ്കിൽ പിന്നെ മുത്തശ്ശീൻ്റെ അടുത്ത് പോവാമെന്ന് പറയും. അപ്പോഴേക്കും നമ്മുടെ വിശ്വം മാഷ് അങ്ങ് ചാടി എഴുന്നേറ്റിട്ട് പറയും, കമല നീ മിണ്ടണ്ട എന്ന് പറയും. എന്നിട്ട് മാഷിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ, ഇനി വരുന്ന കാര്യങ്ങൾ, അതായത് ഇവിടെ നിന്ന് ജപ്തിയായി നമ്മൾ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ എൻ്റെയും ഭാര്യയുടെ, അതായത് കമലയുടെയും മാഷിൻ്റെയും കാര്യം ഓർത്ത് നിങ്ങൾ ആരും ബോധപ്പെടാവണ്ട. എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് അറിയാം. പിന്നെ എൻ്റെ അച്ഛനുണ്ടാക്കിയ സ്ഥലത്ത് പോയി താമസിക്കാം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ആരെങ്കിലും ചാക്കിൽ പാത്രം കെട്ടുകയാണെങ്കിൽ അത് ഇപ്പോഴേ അങ്ങ് മാറ്റി വെച്ചേരെ. സ്വത്ത് വകകൾ, എൻ്റെ അച്ഛൻ്റെ സ്വത്ത് വകകൾ അമ്മയുടെ കാലശേഷം അതെന്ത് ചെയ്യണമെന്ന് അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ടെന്നും അതിനെ സംബന്ധിച്ച് ബന്ധുക്കൾ അത് അതിൻ്റേതായ രീതിയിൽ അന്നേരം ചെയ്തോളാം. അപ്പോൾ ഇപ്പോഴേ എൻ്റെ മക്കൾ രണ്ടുപേരും ഇവിടെ നിറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ളത് ആലോചിച്ചോ, എൻ്റെയും കമലയുടെയും കാര്യം ഓർത്ത് നിങ്ങളാരും ബോധേഡാവണ്ട എന്ന് പറഞ്ഞിട്ട് അച്ഛൻ മാഷ് അവിടെ നിന്ന് അങ്ങോട്ട് മാറുന്നതാണ്. ആ സമയം നമ്മുടെ നന്ദിനി നമ്മുടെ വിനായകനെ പിടിച്ചോണ്ട് റൂമിലോട്ട് കൊണ്ടുപോകണം, ഇങ്ങോട്ട് വാ മനുഷ്യ എന്നും പറഞ്ഞ്. അപ്പോൾ ശ്രീജയും വിശ്വവും എല്ലാം ആകെ ഇത് അച്ഛൻ അങ്ങനെ, അതായത് അവരെ വിചാരിച്ച് എല്ലാവരും ഒരുമിച്ച് വീണ്ടും ഒരിടത്ത് തന്നെ ആവും എന്നുള്ളൂ. പക്ഷേ അച്ഛൻ പറഞ്ഞത് നിങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളുക, ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം എന്ന രീതിയിലാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ അവർക്കാകെ അതൊരു വിഷമമാവും. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് മാഷി പോയതിൻ്റെ പുറകെ തന്നെ നമ്മുടെ കമലയും പോവുകയാണ്. ആ സമയം ശ്രീജയും വിശ്വവും കൂടെ സംസാരിക്കുന്നുണ്ട്. നമുക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ വിശ്വേട്ടാ, നമുക്ക് ചെന്ന് വിനായകൻ്റെ കാല് പിടിച്ച് ഈ ജപ്തിന്ന് വാസവൻ്റെ കാല് പിടിച്ച് നമുക്ക് പോയി പറഞ്ഞു നോക്കിയാലോ എന്ന് പറയും. അപ്പോൾ നമ്മുടെ വിശ്വം പറയും, വേണ്ട, നിൻ്റെ മനസ്സിൻ്റെ നന്മ കൊണ്ട് നീ പറയണതാ, പക്ഷെ അതിലൊന്നും കാര്യം ഉണ്ടാവില്ല, അതുപോലെ അച്ഛനിത് ഇഷ്ടാവത്തുമില്ല എന്ന് പറഞ്ഞ് അവരിങ്ങനെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അപ്പുറത്തെ റൂമിൽ നമ്മുടെ നന്ദിനിയും വിനായകനും കൂടെ ഇരുന്നുകൊണ്ട് പറയണേ, ഇനി ഇതിനെന്താ ചെയ്യണം മനുഷ്യ, ഇപ്പോൾ ഉള്ള പ്രതീക്ഷകളെല്ലാം പോയി, ഈ വീടും പോവും, നമ്മുടെ മുത്തശ്ശിയുടെ നമ്മുടെ തറവാടും പോകും, ആകെ ഒരു പ്രതീക്ഷ അതായിരുന്നു. അത്രയും വലിയ ഒരു സ്വത്ത് ഇനി എങ്ങാനും വല്ല അച്ഛൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ വല്ല അനാഥാലയങ്ങൾക്ക് എഴുതി കൊടുക്കുന്ന മട്ടിലാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി കിടന്ന് പിടയ്ക്കുകയാണ്. അപ്പോൾ വിനായകൻ പറയണായിട്ട്, നീ എൻ്റെ കുടുംബകാര്യത്തെ കുറച്ച് വലിയ ബോധമൊന്നും ആവണ്ട, നീ നിൻ്റെ കുടുംബത്തിൽ നിന്ന് വല്ലതും കൊണ്ടുവന്നോ? അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് കിട്ടിയ സ്വർണ്ണത്തിൻ്റെ കണക്കും അവൻ്റെ കുടുംബ സ്വത്തിൻ്റെയും കണക്കുകൾ തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ വിനായകൻ പറയും, നീ ഒന്ന് അടങ്ങ്, ഞാൻ ഇതിനെല്ലാം ഒരു പോംവഴി കണ്ടിട്ടുണ്ട്, ഇത് ബാങ്ക് ലേലത്തിൽ വിളിക്കട്ടെ, അന്നേരം ഞാൻ എൻ്റെ റിയൽ എസ്റ്റേറ്റ് ഫ്രണ്ട്സിനെ ആരെങ്കിലും കൂട്ടുകാരെ കൊണ്ട് ഇത് ലേലത്തിൽ മേടിപ്പിക്കും, ഒരു 40% ലാഭത്തിനെങ്കിലും ഞാനിത് മറിച്ച് വിൽക്കും, അപ്പോൾ ലാഭം ആർക്കാം. അപ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ എന്തായാലും ഈ മകൻ വിനായകൻ ഒരിക്കലും നഷ്ടത്തോടു കൂടിയല്ല ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഓ, നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയുണ്ടോ? പിന്നെ തറവാട് വീടിൻ്റെ കാര്യം ഓർത്ത് നീ വീട്, അതൊക്കെ ഞാൻ വേണ്ടുന്ന പോലെ ബുദ്ധിപരമായിട്ട് ചെയ്യും, നിൻ്റെയും എൻ്റെയും സ്വഭാവം ഒരേ രീതി ആയതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം, ഇതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം ഇനി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത്രയും വലിയ ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി പറയുന്നുണ്ട്. അപ്പോൾ വിനായകൻ പറയും, നീ ഇതൊന്നും ചെന്ന് ഇപ്പം തന്നെ കൊട്ടിഘോഷിക്കേണ്ട, ഞാൻ പലതും ആസൂത്രണം ചെയ്തിട്ട് തന്നെയാണെന്ന് പറഞ്ഞാണ് വിനായകൻ സംസാരിക്കുന്നത്. വിനായകനും നന്ദിനിയും ഏകദേശം ഒരേ ക്യാരക്ടറാണ്, ഒരേ കൂടപ്പുറപ്പാണെങ്കിലും അച്ഛൻ്റെ അമ്മയുടെ അതൊന്നും നോക്കല്ല, അവർക്ക് അവരെ കാര്യം. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇനി അവരെ കൂട്ടത്തിൽ ഒരു താമസം വേണ്ട വിനായക എന്ന് പറയും, വിനായകൻ്റെ അടുത്ത് പറയും. അപ്പോൾ നന്ദിനി പറയുന്നതാണ്, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു വീടൊക്കെ സ്വന്തമായിട്ട് വേണോടി, എന്നിട്ട് വേണം ഒരു ജൂനിയർ വിനായകനേക്ക് നമുക്ക് കൊണ്ടുവരാനെന്നും പറഞ്ഞുള്ള ഒരു രംഗമാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു രംഗം മാഷിൻ്റെയും കുടുംബത്തിൻ്റെയും അവരുടെ മക്കളുടെയും അവരെ ആലോചിച്ച് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. ഇനി എന്തായി തീരും എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. നമ്മുടെ വിക്രമനും നമ്മുടെ വേദയും തിരിച്ച് വീട്ടിലെത്തുമ്പോഴുള്ള അവസ്ഥയും, വീട്ടിലെത്തുമോ അല്ലെങ്കിൽ വീട്ടിൽ എത്തിക്കഴിഞ്ഞാലുള്ള അവരുടെ അവസ്ഥ, തറവാട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങേണ്ടി വരുമോ, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ. അപ്പോൾ ഇന്നത്തെ പ്രൊമോ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നാളത്തെ നെക്സ്റ്റ് പ്രൊമോ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.